ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെ തുടങ്ങണമെന്ന് ശരിക്കും പറഞ്ഞാൽ കാരണോടാം. ഇന്ന് മെയ് 15 എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ മാസം തുടങ്ങുമ്പോഴേ എല്ലാവരുടെയും ഈ വീട്ടിൽ തന്നെ 3 ആൾക്കാരുടെ ബർത്ത്ഡേ ഉണ്ട്. ഗണേശീൻ്റെ ഉണ്ട്, ദേവികേൻ്റെ ഉണ്ട്, പിന്നെ 24-ാം തീയതി അച്ഛൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ എടുത്തു വെച്ച ചില വീഡിയോസും ചില ഷോർട്സ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഞാൻ ദേവിക കൊടുക്കുന്ന ഗിഫ്റ്റ്. ഈ മെമ്മറീസുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയറി. എങ്ങനെയുള്ളത് കാണാൻ നിനക്ക് അറിഞ്ഞൂടാ. ഇത് ലോക്കും ചാവിയൊക്കെ വരും. ഇത് മെയ് 1 എടുക്കുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ ചിലപ്പോൾ ഈ മാസം ലാസ്റ്റാണ് പോസ്റ്റ് ചെയ്യുള്ളൂ. എന്താ കാര്യം എന്ന് വഴിയെ പറയാം. വീഡിയോന് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 3 ആളുടെ ബർത്ത്ഡേയും ഈ മാസം തന്നെയാണ്. അതിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നതിന് ഞാനും ലക്കിയും കൂടിയാണ് പോയത്. കല്ലാച്ചി ജീനിയസിൽ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോയത്. അച്ഛൻ്റെയും ഗണേശിൻ്റെയും ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ്. ദേവികേൻ്റെത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറി. ലക്കിക്കും വേറെ 3 ഫ്രെയിംസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവളെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചെയ്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും പഴയ ഫോട്ടോ കൂടി ഞാൻ ChatGPT എഡിറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ ഗണേശിൻ്റെ ഉള്ളത് ഞങ്ങൾ 3 ആളും കൂടിയുള്ള ഫോട്ടോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദിവസം വന്നെത്തി. മെയ് 15-ാം തീയതി ദേവികേൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഗണേശിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവൾ വന്ന്, പക്ഷെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്നോ ഒന്നും പറഞ്ഞിട്ടോ അറിയൊന്നുമില്ലേനും. ഇവിടെ ഞങ്ങളെല്ലാവരും പിന്നെ ലക്കിയും മിന്നും വിത്താട്ടനും മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ലേനും. അങ്ങനെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ചമ്മലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ അവൾക്ക് ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ ഇക്ലിയായിട്ട് കളിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടും ഉമ്മ കൊടുത്തു, എനിക്ക് ഇങ്ങോട്ടും വന്ന് ചെറുതായിട്ട് ഇമോഷണലായിപ്പോയി. പുറത്ത് കാണിച്ചില്ലെങ്കിലും എനിക്ക് ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വരുന്നുണ്ടേനു. കുഞ്ഞാട്ടന് ഇവിടെ ഇല്ലേനു. അപ്പോൾ കുഞ്ഞാട്ടന് വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാം കാണിച്ചു കൊടുത്തതിനു ഗണേശ്. പിന്നെ കേക്ക് അവർ കൊണ്ടുവന്നു. അങ്ങനെ അച്ഛനും ദേവികയും കൂടി കേക്ക് മുറിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. അതൊന്നും എല്ലാവരെയും ഒന്നും വീഡിയോ എൻ്റെ ഇല്ല. ഞാൻ എന്തോ ചെയ്യുന്നതിനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ താഴത്തെ ഭാഗ്യനും രജിയാപ്പനും കൂടി ഉണ്ടേനു. അതിനോട് പറയാൻ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. എത്രയോ ദിവസത്തെ എൻ്റെ ആലോചനയും എൻ്റെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളിൽ എഴുതി വെച്ചതെല്ലാം ആയിട്ടുള്ളൊരു ഗിഫ്റ്റായത്. ഇത് ഓള് വിചാരിച്ചത് ഫ്രെയിം എങ്ങാനും ആണെന്ന. ഫ്രെയിമാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നതെല്ലാം ഫ്രെയിമാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെങ്കിൽ ഞാൻ ഒരുപാട് ആലോചിച്ച് ഞങ്ങളെ മെമ്മറീസ് എല്ലാം കൂടി ഒരു ഡയറിയിലേക്ക് മാറ്റിയതാണ്. എല്ലാം ഒന്നും ഇതിലില്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം കുറേ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിന്. ഇതോള് വായിക്കുന്ന വീഡിയോ ഉണ്ട്, ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഗണേശ് ദേവികൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലക്കി മിന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും എൻ്റെ അടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ലക്കി മിന്നും കൊടുത്ത ഗിഫ്റ്റെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ വിസ്തരിച്ച് നോക്കുന്ന 2 സെറ്റ് കമ്മലും പിന്നെ മാലയും കൈക്കിടുന്നതും ക്രാബും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നോക്കി എൻ്റെ ഡയറി ചാവി ഇട്ട് തുറക്കണം. അപ്പോൾ ചാവി ഇട്ടിട്ട് തുറന്നിട്ട് നോക്കുന്നു. ഇത് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നെഞ്ചെടുപ്പ് വരും. കാരണം ഞാൻ എഴുതിയതാണെങ്കിലും ഇവരെല്ലാം കാണുമല്ലോ, ഇവരെല്ലാം വായിക്കുമല്ലോ, എന്തെല്ലോ വരുന്നു എനിക്ക്. പിന്നെ ഇത് കുഞ്ഞാണ്ണൻ ഗണേശും കൂടെ കൊടുത്തതാണ് ഈ ഡ്രസ്സ്. ഷാമിക്കുട്ടിയും വാവാച്ചിയും കൂടി ദേവികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ മഞ്ചാടി പെറുക്കിയിട്ടുണ്ടേനും. അത് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ടൊക്കെ കൊടുക്കണമെന്നേനും അവരാഗ്രഹം. പിന്നെ അവർ പെട്ടെന്ന് പോയി. പിന്നെ എനിക്ക് ഒട്ടിക്കാനൊന്നും പറ്റിയില്ല. അന്നേരം ആ മഞ്ചാടി ഞാൻ കൊടുത്ത്. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് രാത്രി ഫുഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അടപ്രഥമനും ഉണ്ടേനും. അങ്ങനെ ആദ്യം ഞങ്ങളെല്ലാവരും കഴിച്ച് പിന്നെയാണ് അച്ഛനും അമ്മയും ഗണേശിയും കഴിച്ചത്. അന്നത്തെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഓർമ്മിക്കാൻ കുറേ ഓർമ്മയെല്ലാം ആയിട്ട് കഴിഞ്ഞു. കുറേ ദിവസം ആലോചിച്ച് കുറേ ഓർമ്മകളെല്ലാം ഓർത്തെടുത്ത് ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചും പിന്നെ ന്യൂസ് പ്രിൻറ്റിൽ എഴുതിയിട്ടും അങ്ങനെയെല്ലാമാണ് ഞാൻ ഈ ഡയറി കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളെ കുറേ ചെറുപ്പം മുതലുള്ള ദേവിക ജനിച്ചതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള നല്ല മെമ്മറീസ്, ഞങ്ങൾ വഴക്കുണ്ടാക്കിയത്, അതൊക്കെ കൂടിയിട്ട് എൻ്റെ ഓർമ്മയിലുള്ള തങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ എഴുതാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. എനിക്കെന്തോ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയായിരിക്കും ഇത്. എനിക്കതങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇത് കൊടുത്തത്. ഓക്കും അത്രയും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും എനിക്ക് സങ്കടമാകുന്നത്. എന്തോ
എഴുതുമ്പോഴും ചില സമയങ്ങളിൽ എന്നോട് കരഞ്ഞു പോയിട്ടുണ്ടേനു. എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പം വേറൊരുത്തരത് വായിക്കുമ്പോൾ എന്നാലും എനിക്കിത് സ്പെഷ്യലാണ്. എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റാണ് ഇവൾ. അപ്പം ഞാൻ ഓക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്തായാലും ഭയങ്കര സ്പെഷ്യലായിരിക്കണം. എപ്പോഴും ഓളെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം. എന്തോ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് കൊടുത്താണ്. റിയലി ലവ് യു.